പാകിസ്ഥാനിലെ സൈന്യത്തിൽ വലിയ അങ്കലാപ്പെന്ന് കഴിഞ്ഞ 2 ദിവസമായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, പാകിസ്ഥാൻ ഇന്ത്യയുടെ വലിയ തിരിച്ചടി ഭയന്ന അവരുടെ F-16 യുദ്ധവിമാനങ്ങൾ ഖത്തറിൽ നിന്ന് നീക്കം ചെയ്യുന്നു എന്നുള്ള ഒരു വാർത്ത തന്നെയാണ്. ഈ വിമാനങ്ങൾ അമേരിക്കയാണ് പാകിസ്ഥാന് നൽകിയിരുന്നത്. ഇത് തീവ്രവാദ പ്രവർത്തനത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന കരാറിലാണ് ഇത് നൽകിയത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയുമായി സംഘർഷം കണക്കിലെടുത്തുകൊണ്ട് ഖത്തർ തുറമുഖത്തിനടുത്ത് ഉള്ള പാൻസി എന്ന് പറയുന്ന അവരുടെ വ്യോമത്താവളത്തിലേക്ക് കൂടുതൽ F-16 വിമാനങ്ങൾ അവിടെ വിന്യസിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത, ഇന്ത്യയുടെ പക്കലുള്ള റഷ്യയുടെ ഈ മിസൈൽ വേദ സംവിധാനമായ S-400, ഈ S-400-ന് വളരെ എളുപ്പം F-16 കണ്ടെത്താൻ കഴിയുമെന്നും അതിനെ ട്രാക്ക് ചെയ്യാൻ കഴിയുമെന്നും മനസ്സിലാക്കിക്കൊണ്ട് അത്തരം വിമാനങ്ങളെ പൂർണ്ണമായി തന്നെ ആ മേഖലയിൽ നിന്ന് ഒഴിവാക്കുകയാണ്. കാരണം ഖത്തർ തുറമുഖവും കറാച്ചി തുറമുഖവുമൊക്കെ ഇന്ത്യൻ റഡാറിൽ വരുന്ന ഇടങ്ങളിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ എളുപ്പത്തിൽ ഈ S-400-ന്റെ സഹായത്താൽ ഇവയെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും കഴിയും. അതുകൊണ്ടാണത് മാറ്റി പകരം ഇന്ത്യയുടെ അതിർത്തിയിൽ, ഇന്ത്യ-പാക് അതിർത്തിയിലെല്ലാം തന്നെ JK-17 യുദ്ധവിമാനങ്ങളാണ് ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത്. ഏതായാലും ഈ യുദ്ധവിമാനം, അതായത് F-16 യുദ്ധവിമാനം ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചാൽ അമേരിക്ക ഇടപെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഈ വിമാനം നൽകുമ്പോഴുണ്ടായ കരാറ് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാവൂ എന്നാണ്. അത് ഒരു കാരണം. മറ്റൊന്ന്, ഈ വിമാനത്തെ എളുപ്പത്തിൽ ഇന്ത്യയുടെ S-400 സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ട്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഇന്ത്യ അത് വാങ്ങിയിട്ടുണ്ട്. 5 ക്വാർട്ടറാണ് വാങ്ങിയിരിക്കുന്നത്. അത് എവിടേക്കാണ് വിന്യസിച്ചിരിക്കുന്നത് എന്നുള്ളതിൽ ഇപ്പോൾ വ്യക്തതയുമില്ല. അതുകൊണ്ടൊക്കെ തന്നെ പാകിസ്ഥാൻ ഭയക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.